ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ച, ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ദുരൂഹതയാണ്. 2014 പനാമയിലെ എൽപിയാനിസ്റ്റ കാടിലേക്ക് ഒരു ഹൈക്കിന് പോയ രണ്ട് ഡച്ച് യുവതികൾ, ക്രിസ് ക്രെമേഴ്സും ലിസാൻ ഫ്രൂണും. ഒരു സാധാരണ യാത്രയായി തുടങ്ങിയ ആ ദിവസം പിന്നീട് ലോകത്തെ അത്ഭുതപ്പെടുത്തി ഭയപ്പെടുത്തിയ ഒരു തിരോധാന കേസായി മാറി. കാടിനുള്ളിൽ നിന്നുള്ള എമർജൻസി കോളുകൾ, 2 മാസം കഴിഞ്ഞ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു ബാഗ്, അർദ്ധരാത്രിയിലെടുത്ത നിഗൂഢമായ ഫോട്ടോകൾ, പിന്നീട് കണ്ടെത്തിയ അസ്ഥി അവശിഷ്ടങ്ങൾ. ഇതൊരു അപകടമായിരുന്നോ, വഴിതെറ്റലുട്ടലോ, അല്ലെങ്കിൽ മനുഷ്യ ഇടപെടലോ? ഇന്നും ഉറപ്പായ ഉത്തരങ്ങളില്ല. ഈ വീഡിയോയിൽ ലഭ്യമായ തെളിവുകൾ മാത്രം ഉപയോഗിച്ച് ശാന്തമായ രീതിയിൽ ഈ കഥ നിങ്ങളോട് പറയുകയാണ്. ഹെഡ്ഫോൺസ് ധരിക്കുക, ശാന്തമായി കേൾക്കുക. തീരുമാനം നിങ്ങൾക്ക് തന്നെ. പനാമയിലെ കാടുകൾ ഒരിക്കലും എല്ലാം തിരിച്ചു നൽകാറില്ല. 2014 ഒരു മാർച്ച് പുലരിയിൽ നെതർലൻഡ്സിൽ നിന്ന് 2 യുവതികൾ യാത്ര തിരിച്ചു. ക്രിസ് ക്രെമേഴ്സ്, ലിസാൻ ഫ്രൂൺ. ഒരാൾക്ക് 21 വയസ്സ്, മറ്റൊരാൾക്ക് 22. ഇതൊരു വിനോദയാത്ര ആയിരുന്നില്ല, ഇതൊരു പഠനയാത്രയായിരുന്നു. സംസ്കാരമറിയാൻ, ഭാഷ പഠിക്കാൻ, മനുഷ്യരെ സഹായിക്കാൻ. പക്ഷേ ഈ യാത്രയുടെ അവസാനം ഇന്നും ഉത്തരം കിട്ടാത്തൊരു രഹസ്യമായി മാറി. ക്രിസും ലിസാനും യാത്രകളെ സ്നേഹിച്ച് 2 സുഹൃത്തുക്കളായിരുന്നു. സമ്പന്ന കുടുംബങ്ങളിൽ ജനിച്ചെങ്കിലും യാത്രയ്ക്കുള്ള പണം അവർ സ്വയം സമ്പാദിച്ചു, ഒരു കോഫി ഷോപ്പിൽ ജോലി ചെയ്ത്. അവർ സ്വപ്നം കണ്ടത് ലോകമറിയാനായിരുന്നു, മനുഷ്യരെ അറിയാനായിരുന്നു. അതിനായി തന്നെയാണ് നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ പനാമ എന്ന രാജ്യത്തിലേക്ക് അവരെത്തിയത്. മാർച്ച് 15, 2014, പനാമ. 2 ആഴ്ച അവർ രാജ്യം ചുറ്റി സഞ്ചരിച്ചു, ചിരിച്ചു, ഫോട്ടോകളെടുത്തു, ഫേസ്ബുക്ക് നിറഞ്ഞു. എന്നാൽ അവരുടെ പ്രധാന ലക്ഷ്യം ഒരു സ്ഥലമായിരുന്നു, ബുക്കെ. ഒരു പ്രൈമറി സ്കൂൾ, സന്നദ്ധ സേവനം, അതോടൊപ്പം എൽ പിയാനിസ്റ്റ ട്രെയിൽ. കാടിൻ്റെ നടുവിലൂടെ പോകുന്നൊരു ഹൈക്കിംഗ് പാത. പ്രകൃതിയുടെ സൗന്ദര്യം അവരുടെ ഏറ്റവും വലിയ ആകർഷണം. ഏപ്രിൽ 1, രാവിലെ 11 മണി. അവർ താമസിച്ച വീട്ടിൽ നിന്ന് കാടിലേക്കിറങ്ങി, കൂടെ ആ വീട്ടിലെ ഒരു നായയും. വഴിതെറ്റിയാൽ തിരികെ കൊണ്ടുവരുന്ന വളരെ സ്നേഹമുള്ള ഒരു നായ. അതുതന്നെയായിരുന്നു ക്രിസിനെയും ലിസാനെയും അവസാനമായി കണ്ട ജീവി. വൈകുന്നേരമായി. നായ തിരിച്ചുവന്നു, പക്ഷേ ക്രിസും ലിസാനും വന്നില്ല. ഏപ്രിൽ 3, പോലീസ് അന്വേഷണം തുടങ്ങി. കാട് അരിച്ചുപെറുക്കി. നാട്ടുകാർ, സ്നിഫർ നായകൾ, ഹെലികോപ്റ്ററുകൾ. പക്ഷേ ഒന്നും കിട്ടിയില്ല. കാട് അവരെ ഒളിപ്പിച്ചു. 2 മാസം കഴിഞ്ഞ് ഒരു ആദിവാസി സ്ത്രീക്ക് നദിക്കരയിൽ ഒരു ബാഗ് കിട്ടി. വൃത്തിയായി, നനയാതെ, പൊട്ടാതെ. അകത്ത് പാസ്പോർട്ട്, ഫോണുകൾ, ക്യാമറ, കാശ്, അടിവസ്ത്രങ്ങൾ. 2 മാസം കാടിനകത്ത് കിടന്ന ബാഗ്, ഒരു പോറലുമില്ല. എങ്ങനെ? ഫോണുകൾ പരിശോധിച്ചപ്പോൾ പോലീസ് ഞെട്ടി. ഏപ്രിൽ 1, വൈകിട്ട് 4 മണിക്കൂർ 40 മിനിറ്റ്. 112ലേക്ക് എമർജൻസി കോൾ. കണക്റ്റായില്ല. ദിവസങ്ങളോളം ഫോണുകൾ ഓൺ, ഓഫ്, വീണ്ടും ഓൺ. ഒരു ഫോൺ, തെറ്റായ പാസ്കോഡ്, വീണ്ടും വീണ്ടും. ക്രിസ് അപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നില്ലേ? ക്യാമറ തുറന്നപ്പോൾ 2 ലോകങ്ങൾ. ഏപ്രിൽ 1, പകൽ, ചിരികൾ, പ്രകൃതി, സന്തോഷം. പിന്നെ ഏപ്രിൽ 8, രാത്രി 1 മുതൽ 4 വരെ. 80 മിക്കവാറും ചിത്രങ്ങൾ. ഇരുട്ട്, കുലുങ്ങിയ ഫ്രെയിമുകൾ, ഭയം. ഒരു ചിത്രം മാത്രം വ്യക്തം, ക്രിസിന്റെ തലയുടെ പിൻഭാഗം, ചോര. അവൾ അവിടെ ഉണ്ടായിരുന്നു. പാർട്ട് 9, ദ മിസ്സിംഗ് ഫോട്ടോ. ഒരു ചിത്രം കാണില്ല. ഫോട്ടോ നമ്പർ 509 ഡിലീറ്റ് ചെയ്തു, പെർമനന്റായി. എന്തിന്? ആ ചിത്രത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇതാണ് ഇന്നും ഏറ്റവും വലിയ ചോദ്യം. പാർട്ട് 10, ബോൺസ്. അവസാനം അസ്ഥികൾ കിട്ടി. ഒരു ബൂട്ട്, അതിനുള്ളിൽ കാൽ. ക്രിസിന്റെ ഇടുപ്പെല്ല്, അസാധാരണമായി വെളുത്തത്, ബ്ലീച്ചിങ് ചെയ്തതുപോലെ. പ്രകൃതി കൊണ്ടിങ്ങനെ സംഭവിക്കുമോ? ഇന്നും ഉത്തരമില്ല. പോലീസ് രേഖകളിൽ അവർ മരിച്ചു. പക്ഷേ നെതർലാൻഡ്സിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഇന്നും 2 മാതാപിതാക്കൾ കാത്തിരിക്കുന്നു. ഒരു ദിവസം അവർ തിരിച്ചുവരും. പനാമയിലെ കാട് ഇന്നും നിശബ്ദമാണ്. അതറിയുന്ന സത്യം അതിനകത്ത് തന്നെ അടച്ചുവെച്ചിരിക്കുന്നു.